ദില്ലി ദാലിയിലേക്ക് സ്വാഗതം. ഞാൻ എസ് ഗോപാലകൃഷ്ണൻ. ലളിത ചിന്തകൾ. രണ്ടുപേർ ഒരുമിച്ചിരിക്കുമ്പോൾ ജീവിതത്തിൽ ഉണ്ടാകുന്ന മഹാശ്രുതികൾ. ഞാനും റീനയും ഒരുമിച്ചാണ് രാവിലെ നടക്കാനിറങ്ങുന്നത്. മൂക്കും വായും മൂടി ഈ കോവിഡ് കാലത്ത്. റീന ഹെഡ്ഫോണിൽ യുവാൽ നോവ ഹരാരിയുടെ സാപ്പിയൻസ് എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ഹ്യൂമൻ കൈൻഡിൻ്റെ ഓഡിയോ ബുക്ക് കേൾക്കുകയാണ് ഈ ദിവസങ്ങളിൽ. ഞാനാകട്ടെ വിവിധ ഹിന്ദുസ്ഥാനി ഘരാനകളിലെ ലളിത് രാഗാലാപനങ്ങളും. അവൾ ഇടയ്ക്ക് ഹെഡ്ഫോൺ മാറ്റി എന്നോട് പറഞ്ഞു, മതത്തിൻ്റെ പേരിൽ ഏറ്റവും കൂടുതൽ കൊലപാതകങ്ങൾ നടത്തിയത് സ്നേഹത്തിനായി ജനിച്ച ക്രിസ്തുവിൻ്റെ പേരിലുള്ള മതത്തിൻ്റെ നേതൃത്വത്തിലാണ് എന്ന്. 40 കൊല്ലങ്ങൾക്ക് മുൻപ് അവളെ പ്രേമിക്കാൻ തുടങ്ങിയ സമയത്ത് ഞാൻ റീനയ്ക്ക് സമ്മാനമായി കൊടുത്തത് ബെർട്രൻഡ് റസ്സൽ എഴുതിയ വൈ ഐ ആം നോട്ട് എ ക്രിസ്ത്യൻ എന്ന പുസ്തകമായിരുന്നു. അതോർത്തിട്ട് ഞാൻ റീനയോട് മറുപടി പറഞ്ഞു, പക്ഷെ കോട്ടയത്തെ ക്രിസ്ത്യാനികൾ മനുഷ്യസ്നേഹികളാണ് എന്ന്. അവർ കുരിശുയുദ്ധങ്ങളിൽ വിശ്വസിക്കുന്നില്ല എന്നും. ഡൽഹിയിൽ നടക്കാനിറങ്ങിയാൽ ഏതോ മ്യൂസിയം കാണാൻ ഇറങ്ങുന്നത് പോലെയാണ്. നിങ്ങൾ ഈ കേൾക്കുന്നത് പണ്ഡിറ്റ് രാജൻ സാജൻ മിശ്ര സഹോദരന്മാർ പാടിയ ലളിത് രാഗമാണ്. ഈ ഗായകരിലെ രാജൻ മിശ്രയെയാണ് കോവിഡ് 2ാം തരംഗം ഓക്സിജൻ നൽകാതെ ഡൽഹിയിൽ കൊന്നത്. ഞങ്ങൾ അപ്പാർട്ട്മെൻറ്റിൻ്റെ പുറത്തിറങ്ങുമ്പോൾ ഇടതുവശത്ത് സെയിൻറ്റ് തോമസ് പള്ളിയാണ്. ഹരാരിയെ കേൾക്കുന്ന റീനയോട് പറഞ്ഞില്ലെങ്കിലും ഞാൻ ഓർത്തു, വിശുദ്ധ തോമസ്, ആദ്യത്തെ റസൽ, സംശയിക്കുന്ന തോമസ്. പള്ളി കഴിഞ്ഞാൽ ആർക്കേപ്പുരം അയ്യപ്പ ക്ഷേത്രമാണ്. ആണിന് ആണിലുണ്ടായ അയ്യപ്പൻ. ഞാൻ ഓർത്തു, 1980 കോട്ടയത്തെ ഉളശ്ശേയിൽ നാടകകാരൻ NN പിള്ളയുടെ വീട്ടിൽ ചെന്നപ്പോൾ ഒരിക്കൽ ശബരിമലയിലെ ഉച്ചഭാഷിണി ശല്യം സഹിക്കാനാവാതെ സ്വാമി അയ്യപ്പൻ ബസ് കയറി ഉളശ്ശേയിലിറങ്ങി NN പിള്ളയുടെ വീട്ടിൽ ചെന്ന കാര്യം.
എന്തേ എൻ്റെ വീട് തിരഞ്ഞെടുത്തു എന്ന് പിള്ളസാർ അയ്യപ്പനോട് ചോദിച്ചപ്പോൾ വീഞ്ഞിൻ്റെയും മതോന്മാദത്തിൻ്റെയും നാടകങ്ങളുടെയും ഉൽപ്പാദനത്തിൻ്റെയും ദേവതയായ ഡയോനിസസിൻ്റെ പേരല്ലേ തൻ്റെ വീടിന്, അതാ ഇവിടെ കയറിയത് എന്ന് അയ്യപ്പൻ പറഞ്ഞത്രേ. പിള്ളസാർ അന്നെന്നോട് പറഞ്ഞത് അന്നു മുതൽ അയ്യപ്പൻ ഉളശ്ശയിലെ വീട്ടിൽ സ്ഥിര താമസമാണ്, ശബരിമലയിലല്ല എന്നുമാണ്. ഞാൻ തർക്കത്തിനൊന്നുമില്ല. റീന ഹരാരിയെ ശ്രദ്ധാപൂർവം കേട്ടുകൊണ്ട് മുന്നിലേക്ക്, ഞാൻ എൻ്റെ ലളിത ലോകത്തിലും. ലളിത് ഒരു പ്രഭാത സമയ രാഗമാണ്. ഇതിലെ മധ്യമസ്വരങ്ങളുടെ ആന്തോളനത്തിൻ്റെ പ്രത്യേകതയാൽ പാശ്ചാത്യ സംഗീതർക്ക് വഴങ്ങാത്ത രാഗം എന്ന് ഒരിക്കലൊരു സുഹൃത്ത് പറഞ്ഞത് ഞാൻ ഇപ്പോൾ ഓർക്കുന്നു. ലളിത് ഗ്വാളിയോർ ഘരാനയിൽ പ്രസിദ്ധമാണ്. വെറുതെയല്ല രാജനും സാജനും ഇങ്ങനെ നമ്മെ മയക്കിക്കളയുന്നത്. റോഡ് കുറുകെ കടന്നാൽ ഹോസ്ഖാസ് പാർക്കാണ്. 14-ാം നൂറ്റാണ്ടിൽ അലാവുദ്ദീൻ ഖൽജി എന്ന സുൽത്താൻ പണിത മദ്രസയും തടാകവും ഇവിടെയാണ്. അന്ന് ഡമാസ്കസിൽ നിന്നും ബാഗ്ദാദിൽ നിന്നും മതപണ്ഡിതർ വന്ന് താമസിച്ചിരുന്ന സ്ഥലമാണിത്. കഴിഞ്ഞ 2 മാസമായി കോവിഡ് മൂലം അടഞ്ഞു കിടക്കുകയാണ്. പ്രഭാത സവാരിക്കാർ കൊടുക്കുന്ന ഭക്ഷണം കഴിച്ച് ജീവിച്ചിരുന്ന 200ഓളം നായ്ക്കൾ ഇതിനുള്ളിലുണ്ട്. അവ മരിച്ചോ അതോ പരസ്പരം കൊന്നു തിന്നോ ആർക്കറിയാം. ഡോഗ് ഈറ്റ് ഡോഗ് എന്ന ഇംഗ്ലീഷ് പ്രയോഗത്തിൻ്റെ അർത്ഥം ജയിക്കാനായി എന്തും ചെയ്യുന്ന മനുഷ്യാവസ്ഥ എന്നാണ്. റീനയും ഞാനും നടക്കുകയാണ്. അവൾ ഇടയ്ക്ക് ചില ചെടികൾ പറിക്കും, വീട്ടിലെ ബാൽക്കണിയിൽ നടാൻ. ഞാൻ ആലോചിക്കുകയായിരുന്നു, 2 പേർ ഒരുമിച്ച് പാടുമ്പോൾ രാജൻ സാജൻ മിശ്ര സഹോദരന്മാരെ പോലെ ശ്രുതി ചേർന്നു പാടുന്ന മറ്റുള്ളവർ തുലം കുറവാണ് എന്ന്. ഇങ്ങനെ 2 പേർ തമ്മിൽ ശ്രുതി ചേരേണ്ടതിൻ്റെ ആവശ്യം കോവിഡ് ലോക്ക്ഡൗൺ കാലം നമ്മോട് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മെയ് മാസമാണ് ഡൽഹിയിൽ കണിക്കൊന്നകൾ പൂക്കുന്നത്. കേരളത്തിലെ പോലെ ഏപ്രിലിലല്ല. ഞങ്ങൾ നടക്കുന്ന വഴികൾ പീതാംബരം പുതച്ച് കിടക്കുകയാണ്. ഹിന്ദുസ്ഥാനി രാഗങ്ങളെ ചിത്രങ്ങളാക്കിയ രാഗമാല ചിത്രങ്ങളിൽ ഒന്നിൽ രാവിലെ ഗോപികയുടെ ശയ്യയിൽ നിന്നും ആളറിയാതെ ഇറങ്ങിപ്പോകുന്ന മഞ്ഞ പട്ടുടുത്തുള്ള ഒരു കൃഷ്ണൻ ആണ് ലളിത് രാഗം. ലളിത് രാഗത്തിനോട് ഈ കണിക്കൊന്ന പൂക്കൾ ചേരുന്നു. വിളംബിത കാലത്തു നിന്നും മധ്യലയത്തിലേക്ക് രാജനും സാജനും പ്രവേശിക്കുകയാണ്. റീന ഇപ്പോഴും മനുഷ്യവംശത്തിൻ്റെ ചരിത്രം കേൾക്കുകയാണ്. 70,000 കൊല്ലങ്ങൾക്ക് മുൻപേ വെറും 6 മനുഷ്യജാതികളെ ഉണ്ടായിരുന്നുള്ളൂ. നമ്മുടെ സുകുമാരൻ നായരും വെള്ളാപ്പള്ളിയും വഴക്കടിക്കുന്ന മെത്രാൻ കഷിയും ബാവാക്കഷിയും ഉടനടി വായിക്കേണ്ടതാണ് ഹരാരിയുടെ പുസ്തകം. എന്നാൽ ഈ രാജനും സാജനും എന്ന പോലെ അവർക്കും ശ്രുതി ചേരുമായിരുന്നു. ഞങ്ങൾ നടക്കുന്നതിൻ്റെ ഇടതുവശത്ത് മുഹമ്മദ്പൂരിലെ ഹനുമാൻ ക്യാമ്പിലെ ചേരിയാണ്. ആ 2 പേരുകൾ ഒരുമിച്ചിരിക്കുന്നതിലും ഒരു ഹരാരി ഹരം ഇല്ലേ? ഒരു രാജൻ സാജൻ ശ്രുതി.
ഇപ്പോൾ ആളൊഴിഞ്ഞ ചേരി. കോവിഡ് രണ്ടാം തരംഗത്തിൽ പലരും നഗരം ഉപേക്ഷിച്ചുപോയി. രാവിലെ തന്നെ 6-7 കുട്ടികൾ നിലത്തിരുന്ന് ഗോലി കളിക്കുന്നുണ്ട് അവിടെ. അരികിൽ ഒരു കയർക്കട്ടിലിൽ കിടന്ന് ഒരു വൃദ്ധസിംഹം ഹുക്ക വലിക്കുന്നു. ഞങ്ങൾ ചേരി കടന്ന് പോലീസ് സ്റ്റേഷൻ കടന്ന് വിവേകാനന്ദ മാർഗിലൂടെ മുന്നോട്ട് നടന്നു. ഇടതുവശത്ത് ബിജ്രി ഖാന്റെ ശവകുടീരം, ലോധികാലത്തെ ചരിത്ര സ്മാരകം, ലോധികാലത്തിൻ്റെ വളച്ചുകെട്ടുകൾ, ചിത്രപ്പണികളുള്ള മട്ടുപ്പാവുകൾ, 4-5 ശവക്കല്ലറുകൾ. പക്ഷേ ആർക്കും അറിയില്ല ആരാണ് ഈ ബിജ്രി ഖാൻ എന്ന്. ഞാൻ ഒമർ ഖയ്യാമിനെ ഓർത്തു, ശങ്കരക്കുറുപ്പിൻ്റെ മഹത്തായ വിവർത്തനവും ഓർത്തു. വമ്പും പ്രതാപവും കാട്ടി കൽപ്പിതമാം എത്ര കാലം മുൻപ് കഴിച്ചെത്ര സുൽത്താൻ കടന്നുപോയി. മുൻപ് രാജപുങ്കവന്റെ പാനകേളി സൗധം, ഇന്ന് ജംബുക ദമ്പതിമാർ തൻ വിഹാരഭൂമി. നന്നുറക്കം ഇല്ലനക്കം നായാട്ടുകാരനാം മന്നന് ഇന്ന് കാട്ടുകഴുതകൾ ചവിട്ടിയാലും. രാജൻ സാജൻ മിശ്രമാർ അസാമാന്യമായ ലയത്തിൽ ലളിത് പ്രപഞ്ചം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നു. ഞങ്ങളിപ്പോൾ ഒരു അംബേദ്കർ ക്ഷേത്രം, ഒരു ശിവക്ഷേത്രം, ഒരു സുവിശേഷ പള്ളി, ഒരു മദ്രസ, ഒരു പുത്തൻ ബൗദ്ധ മന്ദിരം എല്ലാം കടന്ന് ഒരു പാർക്കിലേക്ക് കയറി. ഞാവൽ മരങ്ങൾ പൂവിടുവാനുള്ള ചിന്തയിലാണ്. ശിലായുഗത്തിൻ്റെ ഗൃഹാതുരത്വത്തിൽ വലിയ പാറകൾ. ഹരാരി പറയുന്നത് ശാസ്ത്രവിപ്ലവത്തിന് വെറും 500 കൊല്ലത്തെ പഴക്കമേ ഉള്ളൂ എന്നാണ്. അതിനേക്കാൾ പഴക്കമുള്ള പാറകളും ബുദ്ധനും സംഗീതവും എന്നോട് ചോദിക്കുന്നു, ശാസ്ത്രമേ, നീ ഇത്ര അഹങ്കരിക്കാനുണ്ടോ എന്ന്. പാർക്കിൽ 10ഓളം പേർ പ്രഭാത വ്യായാമത്തിൽ. ഞാൻ അണ്ണാറക്കണ്ണന്മാരെ ശ്രദ്ധിക്കുകയായിരുന്നു. മേതിൽ രാധാകൃഷ്ണൻ പറഞ്ഞ ഹൈക്കു പുറത്തേറ്റിയ അണ്ണാറക്കണ്ണന്മാർ. രാജൻ സാജന് പിന്നാലെ യൂട്യൂബ് നൽകിയത് ഷാം ചൗരാസിയ ഖരാനയിലെ വിശുദ്ധ ഗായകരായ ഉസ്താദ് സലാമത്ത് അലി ഖാൻ, ഉസ്താദ് നസാക്കത്ത് അലി ഖാൻ എന്നിവർ പാടിയ ലളിത് ആണ്. ശിലായുഗത്തോളം പഴക്കമുള്ള പാറയിലിരുന്ന് ഞാനത് കേട്ടു. വഴിക്ക് കുറുകെയുള്ള ആന്ധ്ര സ്കൂളിൽ കുട്ടികൾ വരച്ച ദേശീയ പതാക നിറം മങ്ങി. ഇന്ത്യ വിഭജനം കൊണ്ടുണ്ടായ ഏറ്റവും വലിയ നഷ്ടം എന്ത് എന്ന് ആരെങ്കിലും എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും, ഉസ്താദ് സലാമത്ത് അലി ഖാനും നസാക്കത്ത് അലി ഖാനും പാകിസ്ഥാനിലായി പോയതാണ് എന്ന്. ഹരാരിയുടെ ശബ്ദപുസ്തകം മടക്കി റീന ഒരു മുളം തൈ പറിക്കാൻ പോയി. എൻ്റെ കൂടെ സലാമത്ത് അലിയും നസാക്കത്ത് അലിയും. Da
ലളിത ചിന്തകൾ. ദില്ലി ദാലിയുടെ ഈ ലക്കം ഇവിടെ സമാപിക്കുന്നു. കേട്ട സുമനസ്സുകൾക്ക് നന്ദി. സ്നേഹപൂർവ്വം എസ് ഗോപാലകൃഷ്ണൻ.